ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ ഒരു കമ്പാരിസൺ ആൻഡ് ഒരു കൺക്ലൂഷൻ. കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഡാലോം ഇൻറ്റൻസും പ്രഡാലോം ഒറിജിനൽ പ്രഡാലോമും തമ്മിലുള്ള ഒരു കമ്പാരിസണും ഇതിൽ ഏത് ചൂസ് ചെയ്യണം, ഏത് പിക്ക് ചെയ്യണം എന്നുള്ള ഒരു കൺക്ലൂഷൻ ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് എത്തിയിട്ടുള്ള ഒരു കൺക്ലൂഷനിലാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം. കുറച്ച് ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് മൂന്ന് ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇൻഷാ അള്ളാ. അപ്പോൾ ഞാൻ ഇതിലൊരു അൾട്ടിമേറ്റ് ഡിസിഷൻ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഏതെടുക്കാൻ പറ്റും, ഏതാണ് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ലാസ്റ്റിംഗ് പ്രൊജക്ഷൻ എന്നുള്ളതൊക്കെ. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എന്തായാലും പ്രഡാലോമിൻ്റെ വീഡിയോ കണ്ടിരിക്കണം. കാരണം ഇത് രണ്ടും സെൻ പ്രൊഫൈൽ സെയിം 1:1 ആണ്. ഡിറ്റോ സെൻ പ്രൊഫൈലാണ്. പ്രഡാലോം ഇൻഡൻസ് ആണെങ്കിലും പ്രഡാൽ ഒറിജിനൽ പ്രഡാലോം ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ കോംപ്ലക്സ് സെൻറ്റിൻ്റെ യുണീക്നെസ്, ഫ്രഷ്നെസ്, എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി പറയണേക്കാൾ ഉപരി നിങ്ങൾ ആ വീഡിയോ കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനുള്ള അഡ്വാൻറ്റേജ് ഒറിജിനൽ പ്രാഡാലോം EDTനേക്കാൾ എന്താണ് ഇത് ബെറ്റർ, എങ്ങനെ ഇത് വ്യത്യാസപ്പെടുന്നു, എന്താണ് ഇതിനൊരു പ്രത്യേകത എന്നുള്ള കാര്യങ്ങൾ. ഇത് EDP ആണ് കേട്ടോ, പ്രാഡാലോം ഇൻഡൻസ്. ഇത് EDP കോൺസെൻട്രേഷനിൽ വന്നിട്ടുള്ള പെർഫ്യൂമാണിത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളിൽ ഇത് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് കഴിഞ്ഞാൽ ഒരു 5% ഒരു ഡ്രോബാക്കും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം റെഡി ഇരിക്കട്ടെ. പ്രാഡാലോം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണിത്. നല്ല ഭംഗിയുള്ള പ്രാഡാലോമിൽ ഞാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതന്നെ ഡിറ്റോ ഇൻറ്റൻസ് ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലക്ഷറി പെർഫ്യൂം. എന്താ സാറേ, ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷറി പെർഫ്യൂം. ഒരു ചെറിയൊരു ഞാൻ തമാശയോട് ഓർക്കുന്ന ഒരു സംഭവം ഉണ്ട്, ഞാനത് പറയും ചെയ്യാം. ഈ പ്രാഡാലോം ഇൻറ്റൻസ് അടിച്ചിട്ട് ഉള്ള ഒരു സംഗതി. ഈ പെർഫ്യൂം ഐറിസ് കുറച്ചും കൂടി കൂടുതലാണ്. പ്രാഡാലോം എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം ഒറിജിനൽ ഇത് EDT, ഇത് ഐറിസിനെ ഏറ്റവും ബാലൻസ് ആക്കിയിട്ടുള്ള ഒരു നേച്ചറിലാണ്. പക്ഷേ ഇതിൽ ഐറിസ് എന്ന ചേരുവയെ അതിൻ്റെ ഏറ്റവും വശീകരണ ശേഷിയിൽ, ഏറ്റവും സെഡക്റ്റീവ് നേച്ചറിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇത്. ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് ഇത് പ്രാഡാലോം ഇൻഡൻസ്. ഓക്കെ, ഇത് പ്രാഡാലോം ഒരു ബാലൻസ്ഡ് പെർഫ്യൂമാണ്. ക്രീമിനെസ്, ഐറിസിൻ്റെ സംഗതി, അതായത് നമുക്ക് ഉച്ചക്ക്, പകൽ, രാവിലെ അങ്ങനെ ഏത് ഒക്കേഷനിൽ അടിക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ ഐറിസ് പ്ലസ് ആ ടോങ്ക അതിൻ്റെ ഒരു കോംബോ ആയിട്ടുള്ള സംഗതിയിൽ ഓപ്പണിംഗ് ഒക്കെ സെയിം ആണ്. പക്ഷേ മിഡിൽ നോട്ടിലും ഡ്രൈ ഡൗണിലും വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതിൽ മിഡിൽ നോട്ട് തൊട്ട് ഒരു ഡാർക്ക്നെസ് കയറി വരുന്നുണ്ട്. പ്രാഡാലോം കുറച്ചും കൂടി ക്രീമായിട്ട് സോഫ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഇതിൻ്റെ മിഡിൽ നോട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഡാർക്ക്നെസ്, ഒരു സാൻഡൽവുഡിൻ്റെ കുറച്ച് ഒരു ഡാർക്ക്നെസ് വരുന്നുണ്ട്. ഈ പെർഫ്യൂമിന് ഭംഗിയാണ് കേട്ടോ. അത് ഒരു വിശേഷത്തിലും അതൊരു പ്രശ്നങ്ങളല്ല. പക്ഷെ അത് ഈ പെർഫ്യൂം എല്ലാ ഒക്കേഷനിലും അടിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം അല്ല എന്നുള്ള രൂപത്തിലേക്ക് ആയി മാറിയത്. അതായത് പ്രാഡാലോം എവിടെ എങ്ങനെ അടിക്കാൻ പറ്റുമെങ്കിൽ ഈ പെർഫ്യൂം ഒരു സ്പെഷ്യൽ ഒക്കേഷൻ, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം, അല്ലെങ്കിൽ ഒരു കുറച്ച് തണവുള്ള നേരം ഒക്കെ അടിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ആപ്റ്റായിട്ടുള്ള ഒരു സമയം. ഓക്കെ, പിന്നെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ് നല്ല ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ ഈ പെർഫ്യൂം ഉണ്ട്. നല്ല വെയിലുള്ള സമയത്ത് അടിച്ചാൽ, അങ്ങനെ അടിക്കൽ കുറവാണ്, പക്ഷേ ഞാൻ അടിക്കാറുണ്ട്. എന്നാലും ഈ പെർഫ്യൂം അത്യാവശ്യം നല്ല ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ, നല്ല പ്രൊജക്ഷനും ഉണ്ട് കേട്ടോ, അത് വേണം പറയാൻ. വെറുതെ സ്കിൻ സെൻ്റായിട്ട് നിൽക്കല്ല, പ്രൊജക്ഷനും ചെയ്യുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 8+ hours, ഒരു 5+ hours സ്കിന്നിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു 8+ hours നമ്മുടെ ക്ലോത്തിനും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു 3+ hours അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ഷൻ. നമ്മുടെ അടുത്ത ആളുകൾക്ക് വരുമ്പോഴൊക്കെ സ്മെൽ എന്തായാലും കിട്ടും, ഒരു സംശയമില്ല അതിൽ. അഡിക്റ്റ് ആവുന്ന സെൻ്റ് തന്നെയാണ്, ഒന്നും പറയില്ല. പ്രാഡാലോമിൽ ഞാൻ എന്താണോ പറഞ്ഞത് അതന്നെയാണ്, ഡിറ്റോ. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ ഈ സാധനത്തിന് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മാത്രം. പിന്നെ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്. ഞാനിത് പള്ളികൾക്കും അടിച്ച് പോകാറുണ്ട്, വെള്ളിയാഴ്ച ജുമകൾക്കൊക്കെ അടിച്ച് ഈ പെർഫ്യൂം അടിച്ചിട്ട് ഞാൻ പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ കാരണവന്മാരുടെ ഇടയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ അവിടെ ഊദ് കുവൈത്തി അടിച്ചിട്ടുണ്ട്. ചോദിച്ചു, നിങ്ങൾ ഊദ് കുവൈത്തിൽ അടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ആ ഊദ് കുവൈത്തിയാണ് പറഞ്ഞു. ഈ ഏതാ അടിച്ചിട്ടുള്ളത് ചോദിച്ചു.
ഞാൻ പറഞ്ഞു "ആ, ഞാൻ കുറച്ച് വിലയുള്ളത് അടിച്ചിട്ടുള്ളത്" പറഞ്ഞു. വെറുതെ അല്ല, ഒരു VIP മണം ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ടെന്ന്. അത് ഈ പെർഫ്യൂമിനാണ് പറഞ്ഞത്. പ്രാഡാലോമിനൻസ് പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സെൻ പ്രൊഫൈൽ കിട്ടാം. യുണീക്ക് ആയിട്ടുള്ള ഒരു സെൻ പ്രൊഫൈൽ അത് തന്നെയാണ് ലോം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ പ്രാഡ എല്ലാത്തിൻ്റെയും ബാലൻസ് ആകുമ്പോൾ ഇതിന് ഇത്തിരി കൂടി സെഡക്റ്റീവ് നേച്ചറും സ്പെഷ്യൽ ഒക്കേഷൻ പെർഫ്യൂമായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രം. വേറെ ഒന്നുമില്ല. പ്രാഡ പകലടിക്കുമ്പോൾ പ്രാഡാലോ മിന്നൻസ് രാത്രി അടിക്കുക, അത്രേ ഉള്ളൂ. വേറൊരു വ്യത്യാസവും ഇല്ല. ഞാൻ ഇതിലൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളത്, ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ ഇതിൽ എനിക്ക് നല്ല കിട്ടി എന്നുള്ള പേരിൽ തന്നെ ഞാൻ പ്രാഡ എടുക്കണോ പ്രാഡാലോ മിൻഡൻസ് എടുക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും ഞാൻ ഇത് എടുക്കാനേ പറയുള്ളൂ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ. ഓക്കെ, പക്ഷെ പ്രാഡാലോം ഈ മറ്റേ ആ രണ്ടിൻ്റെയും മിഡിൽ നിൽക്കുന്ന സോഫ്റ്റ്നെസ്, ക്രീമിനെസ്, ഐറിസിൻ്റെ ഫ്ലേവർ, ഇതൊക്കെ ഏറ്റവും എപ്പിറ്റമായിട്ട് അതിൻ്റെ ഏറ്റവും നല്ല ബ്യൂട്ടിയിലുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കണം. പക്ഷേ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ, പ്രാഡാലോം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തന്നെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ, അല്ലെങ്കിൽ കൂടുതലും ഈ ഒരു പെർഫ്യൂമുകൾക്കൊക്കെ പോകുന്ന ആളുകൾ സ്പെഷ്യൽ ഒക്കേഷൻ അടിക്കുള്ളൂ. എല്ലാ ഒക്കേഷനും അടിക്കാൻ മാത്രമുള്ള ഒരു പ്രൈസ് അല്ല ഇതിനുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, അല്ലെങ്കിൽ ഇതിന് പോകണതാണ് നല്ലത്. പിന്നെ ഞാൻ ഈ പെർഫ്യൂം എടുക്കുന്നതിൻ്റെ മുന്നേ ജീവൻജി ജെന്റിൽമാൻ റിസർവ് പ്രിവേ ഐറിസ് ആയിട്ടുള്ള കുറേ പെർഫ്യൂംസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ജീവൻജി ജെന്റിൽമാൻ റിസർവ് പ്രിവേ, ഡിയോർ ഹോം ഇൻഡൻസ്, ഇതൊക്കെ ട്രയലാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറിസിൻ്റെ സംഗതി ഇതാണ്. ഡിയോർ ഹോം ഇൻഡൻസിലെ ലിപ്സ്റ്റിക്ക് വൈബ് ഇത്തിരി കൂടുതലായപ്പോൾ അതൊരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ആളുകൾക്ക്, ഒരു 25 എബോ ആളുകൾക്ക് കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള പോലെ ഫീൽ ആയിട്ടുണ്ട്. ഇതങ്ങനല്ല. ഇത് 20 വയസ്സിന് തൊട്ടിട്ട് തന്നെ അടിച്ചു തുടങ്ങും. പ്ലേഫുൾനെസ് ഉണ്ട്. ആ ഒരു ഡ്രൈ ഡൗൺ ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണിത്. ഐറിസിൻ്റെ ആ ഒരു ഭയങ്കര ഭയങ്കര പൗഡറി ആയിട്ടുള്ള ആ ഒരു ഐറിസ് ഫ്ലേവർ വല്ലാണ്ട് നമ്മൾ ആകർഷിപ്പിക്കും. ലേഡീസിനൊക്കെ നല്ല ഇഷ്ടമാണ്. ഡേറ്റ് നൈറ്റിനൊക്കെ അടിക്കാൻ പറ്റും അടിപൊളി പെർഫ്യൂം തന്നെയാണ് ഇട്ടത് ഇത്. ചില ചില ആളുകൾക്ക് പ്രാഡാലോമൊക്കെയാണ് ഇഷ്ടം, അല്ല ഡിയോർ ഹോം ഇൻഡൻസ് ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഗ്ലോബൽ ആയിട്ടുള്ള നിങ്ങളുടെയൊക്കെ പേഴ്സ്പെക്റ്റീവ് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ നമുക്കതൊക്കെ വായിക്കാനൊക്കെ ഭയങ്കര സന്തോഷവും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആളുകൾക്ക് കൂടുതൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ഇതിനോട് കൂടുതൽ ഇഷ്ടം തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഈ രണ്ട് പെർഫ്യൂംസ് ഡിമാലി പെഗസസും പെർഫ്യൂംസ് ഡിമാലി ലേറ്റൻ എക്സ്ക്ലൂസീവ്, ഇത് രണ്ടും ഞാൻ ഒഫീഷ്യൽ വഴി വരുത്തിയതാണ്. പെർഫ്യൂംസ് ഡിമാലി പെഗസസ് ആദ്യത്തെ സ്നിഫിൽ തന്നെ ഭയങ്കര സ്പാർക്ക് അടിച്ചിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് ഒന്നും കൂടി ഇതിൻ്റെ നോട്ട്സ് ബ്രേക്ക് ഡൗൺ, ട്രാൻസിഷൻ കാര്യങ്ങൾ എത്രത്തോളം എന്തോന്ന് സ്പാർക്ക് അടിച്ചിട്ടുണ്ട്. ലേറ്റൻ എക്സ്ക്ലൂസീവിനേക്കാളൊക്കെ ഒന്നും താല്പര്യം തോന്നിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോയിലൊന്ന് കാണിച്ചു എന്ന് മാത്രം. നമുക്ക് ഇതിൻ്റെ റിവ്യൂ ഇൻഷാ അല്ലാഹ് വരുമ്പോഴാം. എന്നാൽ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.